MSc ഫോറൻസിക് സയൻസ് വിദ്യാർത്ഥികൾക്ക് PSC നിയമന യോഗ്യത നൽകാത്തതിൽ പ്രതിഷേധിച്ച് പോലീസ് ആസ്ഥാനത്തേക്ക് വിദ്യാർത്ഥികളുടെ മാർച്ച്. യോഗ്യതാ ലിസ്റ്റിൽ മാറ്റം വേണമെന്നാണ് ആവശ്യം. ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഹരികൃഷ്ണൻ, എന്താണ് ഇവരുടെ ആവശ്യം? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, ഈ MSc ഫോറൻസിക് സയൻസ് 2019 കേരളത്തിൽ തുടങ്ങുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ അനുമതിയോടുകൂടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് ഇത്തരത്തിലൊരു കോഴ്സ് ഇവിടെ തുടങ്ങുന്നത്. കോഴിക്കോട് കോളേജിലായിരുന്നു ആദ്യമായി, കോഴിക്കോട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ഇത്തരത്തിലൊരു കോഴ്സ് ആദ്യമായി തുടങ്ങുന്നത്. പക്ഷേ ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ 5 വർഷമായിട്ടും ഈ കുട്ടികൾക്ക് ഇതുവരെ ഈ PSC നിയമന യോഗ്യത ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ 2023 ഇറങ്ങിയിട്ടുള്ള ഈ സയന്റിഫിക് ഓഫീസർ തസ്തികയിൽ പോലും ഈ MSc ഫോറൻസിക് സയൻസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും കഷ്ടകരമായ കാര്യം. ഈ പ്യുവർ സയൻസ്, അതായത് ഈ MSc സുവോളജി, കെമിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ച കുട്ടികൾക്ക് മാത്രമാണ് അത്തരത്തിൽ അപേക്ഷ വെക്കാൻ കഴിയുന്നത്. അതാണ് ഇവരുടെ ആവശ്യം. അത് മാറ്റണം. PSC യോഗ്യത ലഭിക്കണമെന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഈ സംസ്ഥാനത്തിന് ഉള്ളിൽ തന്നെ വിവിധ കോളേജുകളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതേപോലെ MBS തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന MSc ഫോറൻസിക് സയൻസ് പഠിക്കുന്ന കുട്ടികളാണ് ഇത്തരത്തിൽ ഇവിടെ പോലീസ് ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. ഈ പ്രതിഷേധ മാർച്ച് ഈ മാനവീയ രീതിയിൽ വെച്ച് പോലീസ് തടയുകയും ചെയ്തു. ഈ വിദ്യാർത്ഥികൾ പറയുന്നത് ഇതൊരു സൂചന പണിമുടക്കാണ്. ഇനിയും ഇത്തരത്തിൽ യോഗ്യത ലഭിച്ചില്ലെങ്കിൽ, ഈ PSC യോഗ്യത ലഭിച്ചില്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. ഈ ആദ്യത്തെ ബാച്ചിലെ കുട്ടികൾക്ക് പോലും ഇതുവരെയും ഒരിടത്തും ജോലിക്ക് അപേക്ഷിക്കാനായി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുമാത്രവുമല്ല, ഈ കുട്ടികൾക്ക് മറ്റ് സംസ്ഥാനങ്ങൾക്ക് പോലും ജോലിക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടിയല്ല, പല സാങ്കേതിക കുരുക്കുകളിൽ പെട്ടുകിടക്കുകയാണ്. അത്തരത്തിൽ ആ ആവശ്യങ്ങളാണ് ഇവർ പരിഗണിക്കുന്നത്. എന്തായാലും ഇന്ന് ഈ പോലീസ് ആസ്ഥാനത്ത് ഈ പോലീസ് അക്കാദമിയിലെ കുട്ടികൾ കൂടി ഈ തരത്തിൽ പ്രതിഷേധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ DGP ഉൾപ്പെടെയുള്ളവർ ഇവരോട് ചർച്ച നടത്താമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അത്തരത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം പുരോഗമിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ പോലീസ് ആസ്ഥാനത്തേക്കാണ് ഇവർ ഇത്തരത്തിലൊരു മാർച്ച് നടത്തുന്നത്. എന്തായാലും മാനവീയ വീതിയിൽ വെച്ച് ഈ തരത്തിൽ ഈ മാർച്ച് പോലീസ് തടഞ്ഞിട്ടുമുണ്ട്. വേണു, ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.